ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം വിശകലന സേവനവും ഗുരു മാർക്കറ്റ്സ്. നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ നമുക്ക് കോർപ്പറേഷന്റെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. Monarch Casino and Resort, Inc. Ticker, MCRI. 2025 മെയ് 18-ലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി Monarch Casino and Resort, Inc. ഉപവിഭാഗത്തിൽപ്പെടുന്നു. ലൈഷർ റേറ്റ്സ് 29 കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് തികച്ചും പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ അന്തിമ തീരുമാനങ്ങൾ കാണും. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10.7.5 ആണ്. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ -0.5 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ US മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ 7.5 റേറ്റിംഗിനെതിരെ Monarch Casino and Resort. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. Monarch Casino and Resort, Inc. ഉപവിഭാഗം കമ്പനികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. Monarch Casino and Resort 23.4% ചലനാത്മകത കാണിച്ചു. 12.7% എന്ന ഉപവിഭാഗത്തിലെ വിലയുടെ ചലനാത്മകതയ്ക്കെതിരെ ഇത് കൃത്യമായി ഒന്നും തെളിയിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത കണക്കിലെടുക്കേണ്ടതാണ്. കമ്പനിയുടെ വിപണി മൂലധനം Monarch Casino and Resort മൂല്യം $53 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $196 ബില്യൺ ആണ്. Monarch Casino and Resort 0.778% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.53 ബില്യൺ ആണ്. $56 ബില്യൺ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം. Monarch Casino and Resort 0.959%. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം Monarch Casino and Resort, Inc. ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ 0.778%. പുസ്തക മൂല്യം 0.959%. വിപണി മൂല്യത്തേക്കാൾ 23% കൂടുതലാണിത്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. പഠനത്തിലുള്ള സ്ഥാപനത്തിന് $0.1 ബില്യൺ കടബാധ്യതകളുണ്ട്. കടം മുതൽ പുസ്തകം മൂലധനവൽക്കരണം അനുപാതം മൂലധനത്തിന്റെ 3%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റുകൾ. കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും 16 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 39.5 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 59% കുറവാണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയുടെ ലാഭ അനുപാതത്തിന്റെ റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $96 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $96 മില്യൺ ആയി കണക്കാക്കുന്നു. ഇത് നിലവിലുള്ളതിനേക്കാൾ 0% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 2.9 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 2.5 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 16% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക. പാസാബിൾ
0. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $530 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം താൽക്കാലികമായി $530 മില്യൺ ആണ്. ഇത് നിലവിലുള്ളതിനേക്കാൾ 0% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5. മാർജിനലിറ്റി 18.2%. ഉപവിഭാഗത്തിൽ ശരാശരി 6.3%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 11.9%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 1.134%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 46% കൂടുതലാണ്. ഈ വസ്തുത സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. മൊനാർച്ച് കാസിനോ ആൻഡ് റിസോർട്ട് മറിച്ച് വില കുറച്ച് കാണുന്നതിനു വേണ്ടിയാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $527,000. ഉപവിഭാഗത്തിന് $768,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 31.4%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5. ഒരു ജീവനക്കാരന്റെ ലാഭം $33,000 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി $19,500. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 69%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് $181,000 ആണ്. ഉപവിഭാഗത്തിൽ $311,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 72%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.8%. ഉപവിഭാഗത്തിന് ശരാശരി 4.3%. ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ്. സാങ്കേതിക സൂചകം RSI കമ്പനിക്ക് 66% ലെവൽ കാണിക്കുന്നു. മൊനാർച്ച് കാസിനോ ആൻഡ് റിസോർട്ട് ഉപവിഭാഗത്തിൽ RSI ലെവൽ 59%. സാധ്യതയുള്ള ഉപവിഭാഗ സെക്യൂരിറ്റികൾ കമ്പനിയുടേതിനേക്കാൾ താഴെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. മൊനാർച്ച് കാസിനോ ആൻഡ് റിസോർട്ട് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $82.77 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $87.99 ആണ്. നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 6%. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി മൊനാർച്ച് കാസിനോ ആൻഡ് റിസോർട്ട് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $82.78 എന്ന നിരക്കിൽ വർധനവ് ആരംഭിക്കാൻ ഓർഡർ. കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്യുമിന്റെ സൂചിക എടുക്കുക ലാഭം 88.45 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 77.11 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ജൂൺ 17 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു.
അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ DKNG വിൽപ്പനയ്ക്കുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഇടപാട് ആയിരിക്കും. ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ നിലവിലെ വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഗുരു മാർക്കറ്റ്സ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.